ഇവരിപ്പോ പറയുന്ന വാക്കെന്താണ്? ആചാര സംരക്ഷണത്തിൽ ഇടപെടില്ല എന്ന്. കെ സുരേന്ദ്രന്റെ തന്തയില്ലായ്മ കാരണമാണ് ശബരിമലയിൽ കൂടിക്കാഴ്ചയിൽ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ? മാത്രമല്ല അങ്ങനെയെങ്കിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കലും പ്രതിപട്ടികയിലേക്ക് വരില്ല എന്ന് തന്നെയാണോ BJP കരുതുന്നത്? ഒരു കാര്യം ഞാൻ തീർച്ചയായും പറയാം. ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ എന്ന സംശയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിലും കൃത്യമായി ഞങ്ങൾ അങ്ങനെ ഒരു സംശയം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നയാൾ ആയിട്ടുള്ളയാൾ അദ്ദേഹം തന്നെ രാഷ്ട്രീയമായി പല വേദികളിൽ ആരോപിച്ചിട്ടുള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് അവരും അവരുടെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും രമേശ് ചെന്നിത്തലയും ഘട്ടാഘട്ടങ്ങളിൽ ആരോപിച്ചിട്ടുള്ള ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് അദ്ദേഹം പറയാൻ തയ്യാറാവാത്തത്? അതെന്തുകൊണ്ടാണ് ഒരു സ്വകാര്യ സന്ദർശനം എന്നുള്ള നിലയിൽ മാത്രം കടകംപള്ളി പറഞ്ഞു പോകുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ വ്യക്തത എന്നുള്ളത് വരുത്താൻ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി തയ്യാറാവാത്തത്? സ്വാഭാവികമായും ഇതിലൊരു ഒത്തുതീർപ്പ് മണക്കുന്നുണ്ട്. അതിനുമപ്പുറം VD സതീശൻ ഈ ഇലക്ഷനിലെ ഇപ്പോൾ കഴിഞ്ഞു പോയ ഇലക്ഷനിൽ 2026 നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 140 മണ്ഡലങ്ങളിലും VD സതീശൻ പ്രസംഗിച്ച എല്ലാ വേദികളിലും VD സതീശൻ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ തുറങ്കിലടയ്ക്കും. ഈ സർക്കാർ 100 സീറ്റുകളോടുകൂടി അധികാരത്തിലേക്ക് UDF സർക്കാർ വരുമ്പോൾ ആ UDF സർക്കാരിലെ ആദ്യ ക്യാബിനറ്റിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും CBIയെ കൊണ്ട് ഞങ്ങൾ അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്തേ 1, 2, 3, 4 ഒക്കെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഇന്നും അത് CBIക്ക് വിടുന്നില്ല? ഇനി CBI അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഇത്തരം ഈ പറയുന്ന ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യക്ക് പുറത്ത് വരെ പോയിട്ടുണ്ട് എന്ന സംശയം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു SITക്ക് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഈ പോലീസ് സംവിധാനത്തിന് എത്രത്തോളം കാര്യക്ഷമമായി അന്വേഷിക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാവണ്ടേ? അപ്പോൾ ഇതിലൊന്നും തയ്യാറില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഒട്ടേറെ തരത്തിലുള്ള ഒരു സംശയം നിൽക്കുന്ന ഇടപെടലുകൾ നമ്മൾ കാണുകയാണ്. അതിനോടൊപ്പം ഞങ്ങളൊക്കെ കരുതിയിരുന്നത് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമലയിലെ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്നൊക്കെ പാട്ടെഴുതി ഈ കേരളത്തിനകത്ത് വോട്ട് പിടിച്ച UDF സംവിധാനം, ആ UDF സംവിധാനം അധികാരത്തിലേക്ക് വരുമ്പോൾ സാധാരണ പൊതുജനങ്ങളും ഞങ്ങളും ഒക്കെ കരുതിയിരുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കൊള്ളക്കാരെ മുഴുവൻ 1, 2, 3, 4 എന്നുള്ള നിലയിൽ കൃത്യമായി പിടിച്ച് ഇരുമ്പഴികൾക്കുള്ളിലേക്ക് ഇടാൻ പോകുന്ന പാകത്തിനുള്ള പ്രവർത്തനം നടക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ PS പ്രശാന്ത് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ മീനിൽ ഇത് ഒതുക്കാനുള്ള പരിശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ള ഒരു സംശയം, അത് BJPയുടെ രാഷ്ട്രീയമായ സംശയം മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയമുണ്ട് എന്നുള്ളത് അത് നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് എന്റെ നിലപാട്. കാരണം നന്ദു സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതായത് CPMനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രചാരണം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു. എന്തായാലും അതിലേക്ക് എത്താം. കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ശ്രീ M ജയചന്ദ്രൻ, നമുക്കറിയാം ഈ ഒരു കേസിന് തൊട്ടു പിന്നാലെ, അതായത് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്ത്രിയുടെ മേൽ ഈ കേസ് കെട്ടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്ത്രിയുടെ മേൽ പഴിചാരി കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള അത്തരം പല തന്ത്രങ്ങളും CPM പയറ്റിയതാണ്. പക്ഷേ ഈ അറസ്റ്റിന് മുൻപ് PS പ്രശാന്ത് പറയുന്നത് ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ഈ ദ്വാരപാലക ശില്പം പുറത്തോട്ട് കൊണ്ടുപോയത് അതിന് ബോർഡിന് ഉത്തരവാദിത്തമില്ല, ബോർഡല്ല ഇക്കാര്യം ഹൈക്കോടതിയിലെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടത്, ഇക്കാര്യം അറിയിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്, അതല്ലാതെ ബോർഡോ പ്രസിഡന്റോ ബോർഡ് അംഗങ്ങളോ അല്ല, ഉദ്യോഗസ്ഥരാണെന്ന് പ്രശാന്ത് ന്യായീകരണം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ അറസ്റ്റിന് ശേഷം CPMന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മുൻപ് A പത്മകുമാറിനെയും വാസുവിനെയൊക്കെ സംരക്ഷിച്ച അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ന്യായീകരണം നടത്തിയിട്ടുള്ള CPM പ്രശാന്തിനെ കൈവിട്ടൊരു സാഹചര്യമാണോ നിലവിലുള്ളത്? കൈവിടുന്നതിന്റെയോ കൈ പിടിക്കുന്നതിന്റെയോ പ്രശ്നമാണോ ടോം കുര്യാക്കോസ്? ഞാൻ അങ്ങനെ കരുതുന്നില്ല ഈ കേസിൽ. ഞാൻ അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നന്ദുവിനോട് ഒരു കാര്യത്തിൽ നിന്ന് പ്രതികരിച്ചോട്ടെ.
നന്ദു, പിന്നെ ഈ താങ്കൾ CBIയുടെ കാര്യം പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെ ഗവൺമെന്റ് തീരുമാനിക്കാൻ കഴിയില്ല CBIക്ക് വിടാനായി. എന്തുകൊണ്ടാണ്? ഈ കേസ് കേവലം ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തീരുമാനിച്ച നടപടി മുമ്പോട്ട് നീങ്ങുന്ന കേസല്ല. ഹൈക്കോടതിയാണ് SIT നിശ്ചയിച്ചത്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA ആകുന്നതിന് മുൻപ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തല്ലോ. കൃഷ്ണരാജ് വക്കീലായിരുന്നല്ലോ ചെന്നിരുന്നത് പിന്നെ വാദിക്കാനായി. അപ്പൊ കാര്യങ്ങളൊന്നും സംസാരിച്ചതാണ്. ഹൈക്കോടതി പറഞ്ഞ് CBI അന്വേഷണത്തിന്റെ യാതൊരു ആവശ്യവും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ്, പക്ഷെ പിന്നെയും അദ്ദേഹം നമ്മുടെ വാദങ്ങളായിട്ട് വന്നപ്പോഴാണ് ചോദിച്ചത്, താങ്കൾ വീണ്ടും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇല്ല ഞാനത് വിഡ്രോ ചെയ്യുകയാണ് എന്ന് പറയുന്നത് കൃഷ്ണരാജ് വക്കീല്. അത് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മറ്റു ചാനൽ ചർച്ചകളിൽ. അപ്പൊ അങ്ങനെ CBIക്ക് വിടണമെങ്കിലും ഇപ്പോ ഈ SITക്ക് ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ച് നിശ്ചയിച്ച കേസ് ഗവൺമെന്റിന് വിടാൻ കഴിയില്ല. അതാണ് കാര്യം. പിന്നെ ടോം ചോദിച്ചത് ഈ CPM കൈവിടുന്നോ? അത് CPM എന്നല്ല, ഒരു ഭരണ സംവിധാനത്തിന് നേരത്തെ CPM ആണ് നയിച്ചിരുന്നത് ഗവൺമെന്റിനെ, ഇപ്പൊ കോൺഗ്രസ് ആണ് ഗവൺമെന്റിനെ നയിക്കുന്നത്. രണ്ട് കക്ഷികൾക്കും ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് അത് ഹൈക്കോടതിയുടെ SIT ആയതുകൊണ്ടാണ്. റിപ്പോർട്ട് അവർക്കാണല്ലോ കൊടുക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ ആർക്കും റിപ്പോർട്ട് കൊടുക്കാൻ SITക്ക് ബാധ്യതയില്ല. അത് പ്രത്യേകം ആദ്യത്തെ ഒന്നാമത്തെ ഉത്തരവിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. അതാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ പ്രശാന്ത് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണമായിട്ട് ടോം തന്നെ ആദ്യം ചൂണ്ടിക്കാണിച്ച FB പോസ്റ്റില് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം പിന്നെ ചില അഭിപ്രായങ്ങളായിട്ട് കാണാൻ കഴിയൂ. അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും ഇപ്പോ ആരും പറഞ്ഞിട്ടില്ല. അറസ്റ്റിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കുറ്റക്കാരനാണെന്ന് കോടതി നിശ്ചയിക്കുമ്പോഴാണ്, അറസ്റ്റ് ചെയ്യുമ്പോഴല്ലല്ലോ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയുമാണ്. അപ്പോ ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണ്ണക്കവർച്ച കേസിൽ വന്നിട്ടുള്ള അന്വേഷണങ്ങൾ ഏതാണ്ട് ഒരു 60% പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഞാൻ മനസ്സിലാക്കിയത് ഈ പിന്നെ ഗോൾഡ് ക്ലാഡിംഗ് ആൻഡ് ഗോൾഡ് പ്ലേറ്റിംഗ്. ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. സ്വർണം പൊതിയലും സ്വർണം പൂശലും. വിജയ് മല്യയുടെ കാലത്ത് സ്വർണം പൊതിഞ്ഞ സംഗതികളാണ് അവിടെ സമർപ്പിക്കപ്പെട്ടത്. അത് എന്നാണ് സ്വർണം പൂശിയതായിട്ട് മാറ്റപ്പെടുന്നത്? എന്തിനാണ് അങ്ങനെ സ്വർണം പൂശുന്നത്? ഈ പ്രശ്നങ്ങൾ മുഖ്യമായി ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പിന്നെ ഒരു അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണത്തിൽ ആണ് ഇവര് SIT ഇപ്പൊ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ടോം പറഞ്ഞ ആ FB പോസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രശാന്തിന്റെ, അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 6 മാസങ്ങൾക്ക് ശേഷം 2024 സെപ്റ്റംബർ മാസത്തിൽ ബോർഡിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ എത്തുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങളിലെ പൊട്ടൽ മാറ്റുവാൻ. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയമായി എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഇത് അദ്ദേഹത്തിന് ഈ 6 മാസങ്ങൾക്ക് ശേഷം 2024 സെപ്റ്റംബർ മാസത്തിൽ ബോർഡിന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ എത്തുമ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങളിലെ പൊട്ടൽ മാറ്റുവാൻ എന്നെങ്ങനെയാണ് പ്രശാന്തിന് പറയാൻ കഴിയുന്നത്? അപ്പൊ അവിടെ അതിനകം തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ആ ഫയൽ എത്തുമ്പോൾ 2024 അദ്ദേഹം ചാർജ് എടുക്കുന്ന 2021 നവംബറിന് മുമ്പ് തന്നെ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകയും കൂടെയാണല്ലോ സ്വന്തം പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റാരുടെയും പോസ്റ്റല്ല, PS പ്രശാന്തിന്റെ തന്നെ പോസ്റ്റാണ്. അതെന്തുകൊണ്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയത് എന്തിനാണെന്നുള്ളതാണ് ഇപ്പോഴും കുഴപ്പിക്കുന്ന ചോദ്യമായിട്ട് SITയുടെ അടക്കം മുമ്പിലുള്ള നിർണായകമായ ചോദ്യം. അപ്പൊ പിന്നെ അവിടെ മുൻ ദേവസ്വം പ്രസിഡന്റ് പറയുകയാണ് ഫയൽ എത്തിയത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത് സംബന്ധിച്ചാണെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള നിർണായകമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുമ്പോൾ പ്രശാന്തിനോടല്ലാതെ വേറെ ആരോടാണ് ചോദ്യം ചെയ്യാൻ കഴിയുക? പ്രശാന്തിനാണല്ലോ ചോദ്യം ചെയ്യാൻ അവർ വിളിക്കേണ്ടത്. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ബോർഡിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷം 24 മാസമാണ് കേട്ടോ. ആ 24 മാസക്കാലത്തിനിടയ്ക്ക് മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ഉള്ളതിനേക്കാളും പിന്നെ കാര്യങ്ങളുടെ ഈ കാര്യ വിവരം ഉള്ളത് അവിടുത്തെ ബ്യൂറോക്രസിക്കാണ്.
ഉദ്യോഗസ്ഥർക്കാണ്, അതിന്റെ മേൽത്തട്ടിലുള്ളവർക്കാണ്. തീർച്ചയായും ഒരു മിനിറ്റ് ടോം. രജിനിലേക്ക് എത്താം. ശ്രീ ടോം, സ്വാമി ഭദ്രാനന്ദ, ഒരു മിനിറ്റ് എനിക്ക് അതിനകത്ത് ഒരു ക്ലാരിറ്റി തന്നിട്ട് താങ്കൾ എനിക്ക് അവസാനത്തെ അവസരം തന്നില്ലെങ്കിൽ പറയാം. അതായത് അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ച 2 ചോദ്യങ്ങൾ, അത് വളരെ റെലവന്റ് ആയ 2 ചോദ്യങ്ങൾ. അതിൽ ഒന്ന്, CBI അന്വേഷണത്തിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതാവ് ഈ പറയുന്ന വേദികളിലൊക്കെ പ്രസംഗിച്ചിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണ CPM ഇരുന്നപ്പോഴത്തേക്കുള്ള SIT-യിൽ നിന്ന് ഇപ്പോഴത്തെ SIT-യിലേക്ക് വലിയ പരകായ പ്രവേശനം നടത്തിയിട്ടാണ് പുതിയ SIT ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ വലിയ നല്ല SIT-യും അന്ന് മോശം SIT അല്ല. രജനെ, ഞാൻ നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളത്തിനൊന്നും മറുപടി, താങ്കൾ പറഞ്ഞപ്പോൾ ഒരു വാക്കിൽ പോലും ഇടപെട്ടില്ല. ഈ കള്ളം പറഞ്ഞിട്ട് അതിനെ നിവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ, കള്ളം പറയുന്നത് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഇടപെടുന്നത് ഒരു നല്ല ശൈലിയല്ല. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഒന്നും ഇടപെട്ടില്ലല്ലോ. ഒരു മാന്യത കാണിക്കണം. ഒരു ചർച്ചയ്ക്കകത്ത് കേട്ടുകൊണ്ടിരിക്കേണ്ട സമയത്ത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ്. ഞാൻ ആ മാന്യത കാട്ടിയ ആളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് രജിൻ കുറച്ചു നേരം മിണ്ടാതിരിക്കുക, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, എന്നിട്ട് താങ്കൾ ക്ലാരിറ്റി വരുത്തിക്കോ. അതായത് അദ്ദേഹം അന്ന് പ്രസംഗിക്കുമ്പോഴും ഇത് അടുത്ത UDF സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല SIT ആയി അത് മാറുമായിരുന്നെങ്കിൽ ഞങ്ങൾ SIT-യെ ശുദ്ധീകരിച്ച് നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അന്ന് ഈ 140 വേദികളിലും ചെന്നിരുന്ന് ഞങ്ങൾ CBI അന്വേഷണം കൊണ്ടുവരുമെന്ന് ഭക്തരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ അവിടെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ഒരു കള്ളമാണ് എന്ന് തെളിയുകയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിറച്ച ആളും മാധ്യമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ച കള്ളമാണത്. അതായത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചിറങ്ങുമ്പോൾ 1-2 മാധ്യമങ്ങൾ ഒഴിച്ച് മറ്റൊരു മാധ്യമവും അവിടെയില്ല. അദ്ദേഹം കയറുമ്പോൾ ഒരു മാധ്യമത്തിനും അദ്ദേഹത്തിൻ്റെ വിഷ്വൽ കിട്ടിയിട്ടില്ല. അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ മാത്രമാണ് വിഷ്വൽ കിട്ടുന്നത്. അപ്പോൾ അത് രഹസ്യമായ കൂടിക്കാഴ്ചയായിരുന്നോ പരസ്യമായ കൂടിക്കാഴ്ചയായിരുന്നോ എന്നുള്ളത് ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇനി കോൺഗ്രസിൻ്റെ അത്തരത്തിൽ രഹസ്യമല്ലാത്തൊരു കൂടിക്കാഴ്ചയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വന്ന സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അത് ക്ലാരിറ്റി വരുത്താൻ പറ്റുമായിരുന്നല്ലോ? എന്തുകൊണ്ട് അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒഫീഷ്യലി അതിൽ ക്ലാരിറ്റി വരുത്തുന്നില്ല? അപ്പോൾ അതിൽ തന്നെ ഒരു സംശയാസ്പദമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ഇനി അദ്ദേഹം വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവരെ കോട്ട് ചെയ്തുകൊണ്ട് ശബരിമല പ്രക്ഷോഭത്തെ പറയുമ്പോൾ ശരിയാണ്, വത്സൻ തില്ലങ്കേരി അവിടെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഖദർ മുക്കിയ ആ ദേഹങ്ങളൊക്കെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്തേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് ബൂട്ടുകൾക്കടിയിൽ സമരം ചെയ്യാനും അടികൊള്ളാനും ചവിട്ട് വാങ്ങാനും കേസ് പറയാനും ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും അതുപോലെ BJP-യുടെയും പ്രവർത്തകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള നേതാക്കന്മാർ ഉണ്ടായതുകൊണ്ടാണ് അവരവിടെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഈ ശബരിമല പ്രക്ഷോഭത്തിലൊക്കെ വത്സൻ തില്ലങ്കേരിയും കെ സുരേന്ദ്രനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു നേതാക്കന്മാരും അത്തരത്തിൽ ഒരു ത്യാഗപരമായിട്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് ശബരിമലയുടെ സന്നിധിയിലേക്ക് വന്നില്ല. നിങ്ങൾ ഇരുന്നു പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു കൂടാരം കെട്ടി അവിടെ മൃഷ്ടാന ഭോജനം കഴിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നടത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ രതിനോട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. നന്ദു വളരെ വിശദമായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ അവസാനം വരെ നിന്ന ആളാ ഞാൻ. നിങ്ങളുടെ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചു നോക്ക്. അവിടെ സുധാകരൻ എന്ന് പറയുന്ന മുൻ KPCC പ്രസിഡന്റ് ചോദിച്ചു നോക്കണം. ഒരു നിമിഷം നന്ദു, സ്വാമി ഭദ്രാനന്ദയിലേക്ക് പോകാം അവസാനമായി. അതായത് സ്വാമി, ഇവിടെ BJP-യും കോൺഗ്രസും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ആരൊക്കെയാണ് സ്വർണം കട്ടതെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ പ്രതിപുട്ട് തന്ത്രിയുണ്ട്. അതായത് മേൽശാന്തിക്കെതിരെ പോലും നമ്മൾ ന്യൂസ് 18-മായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടതാണ്. ആരെ വിശ്വസിക്കാൻ, കാരണം ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം. ശബരിമലയില് അയ്യപ്പനെ കൂടാതെ വേറെ ആരെ വിശ്വസിക്കാൻ കഴിയും സ്വാമി? ആദ്യമായിട്ട് ഞാൻ ഈ അവസരവാദികളായിട്ടുള്ള BJP-കാരന്മാരെ ഇതിനകത്ത് കയറ്റിയത് തന്നെ എന്റെ ഒരു സ്റ്റാൻഡേർഡിന് അത് യോജിച്ചതല്ല. ഒന്നാമത്തെ കാര്യം, ഇവന്മാരുടെ മാനിപ്പുലേഷൻ. ഇപ്പൊ എത്ര മാന്യനായിട്ടാണ് ആ രജിൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത്. അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് മറുപടി പറഞ്ഞത്. അപ്പോഴത്തെ ഒരു ഇടത് നിരീക്ഷകൻ ഇരിപ്പുണ്ട്. അവർക്ക് പറയാനുള്ളത് അവരുടേതായ സ്റ്റാൻഡേർഡിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇയാൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന BJP, ഇവിടുത്തെ സംസ്ഥാന BJP-യുടെ ഈ മാനിപ്പുലേഷൻ ഇത് അവസാനിപ്പിക്കണം. അയാൾ ആദ്യം പറഞ്ഞ എന്താണ്? ഞാൻ ഈ അയ്യപ്പനെ അപമാനിച്ചു എന്ന്. എപ്പോഴാണ് അയ്യപ്പനെ അപമാനിച്ചത്? ഇപ്പൊ പറയുന്നു രമേശ് ചെന്നിത്തല ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഡീലെന്ന്. എന്ത് ഡീലാണ് അവർക്കിടയിൽ ഉണ്ടായത്? ഈ രമേശ് ചെന്നിത്തലയുടെ ഹിസ്റ്ററി അറിയോ? ഈ ചെക്കൻ അറിയോ രമേശ് ചെന്നിത്തലയെ പറ്റി? താങ്കൾക്കറിയാമോ? എനിക്ക് രമേശ് ചെന്നിത്തലയെ പിന്നെ വലിയ വർത്താനം പറയരുത്. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. സുരേന്ദ്രനെ മനസ്സിലായില്ലേ?
താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ പറയും, ഞങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം. ഇവരിപ്പോ പറയുന്ന വാക്കെന്താണ്? ആചാര സംരക്ഷണത്തിൽ ഇടപെടില്ല എന്ന്. കെ സുരേന്ദ്രന്റെ തന്തയില്ലായ്മ കാരണമാണ് ശബരിമലയിൽ മോശമായിട്ട് ബിജെപിയുടെ നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് അർഹിക്കുന്ന മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല. ഞാനൊരു ചർച്ചയ്ക്കകത്ത് ഒരു സഭ്യമായ ചർച്ചയ്ക്കകത്ത് സംസാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? വളരെ മോശമായിട്ട് ബിജെപിയുടെ നേതാക്കന്മാരെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകാൻ താങ്കൾ കരുതണ്ട. മനസ്സിലായില്ലേ? താങ്കൾക്ക് താങ്കളുടെ കാര്യം സഭ്യമായി പറയാം. അല്ലാതെ ഒരു ബിജെപി നേതാവിനെതിരെ മോശമായിട്ടുള്ള പരാമർശം പറഞ്ഞാൽ അതേ നിലയിൽ മറുപടി കിട്ടും. അതേ നിലയിൽ മറുപടി കിട്ടും. അത് ശരിയായിട്ടുള്ള ഞങ്ങളൊരു ചർച്ചയ്ക്കകത്ത് എനിക്ക് താങ്കളെ കുറിച്ച് മോശമായ അഭിപ്രായമാണ്. പക്ഷെ ഞാനത് പറയാതിരിക്കുന്നത് എന്റെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതിന്റെ സഭ്യത കൊണ്ടാണ്. ഇത് കേൾക്കുന്ന നാട്ടുകാരുണ്ട്. അതുപോലെ തന്നെ കൊടിയുടെ പേരിൽ സ്വാമിക്ക് അയ്യപ്പന്റെ വിഷയത്തിലുള്ള ആക്ഷേപിക്കുന്നത് മോശമാണ്. താങ്കൾ കുറയ്ക്കുന്ന ഒരു കുറയ്ക്ക് ഞങ്ങൾ ആരും മറുപടി പറയുന്നില്ല. താങ്കൾക്ക് അത്ര വിലയെ ഞങ്ങൾ തന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? താങ്കൾ വെളിയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. താങ്കൾ ചില പെയ്ഡ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാൻ നടക്കുന്നുണ്ടല്ലോ. താങ്കൾ നടന്നത് ഞങ്ങൾക്കൊരു വിഷമമില്ല. പക്ഷേ ഒരു സഭ്യമായ ചർച്ചയ്ക്കകത്തിരുന്നുകൊണ്ട് ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ മോശമായ ഒരു വാക്ക് ഉപയോഗിച്ചാൽ താങ്കൾ ബിജെപിയുടെ യഥാർത്ഥ മുഖമെന്നാണെന്ന് ഉള്ള കാര്യം ഞാൻ നേരിട്ട് പറയാം. ഇതുപോലുള്ള ഈ നന്ദുവിനെ പോലുള്ളവന്മാരെ ഒന്നും ഇതുപോലുള്ള ചാനലിൽ നന്ദു ബിജെപിയുടെ ഔദ്യോഗിക വക്താവാണ്. ബിജെപി നേതൃത്വം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി ന്യൂസ് 18ലേക്ക് നന്ദുവിനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു അതിഥിയെ ആക്ഷേപിക്കുന്ന അനുവദിക്കാൻ പാടില്ല. അത് മോശമായ രീതിയാണ്, മോശമായ രീതി തന്നെയാണ്. എന്തായാലും അങ്ങനെ എത്താം. അവസാനമായും ശ്രീ എം ജയചന്ദ്രൻ ഈ വിഷയത്തിൽ എന്തായാലും CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം BJP ഉന്നയിക്കുന്നുണ്ട്. CBI വന്നാൽ SIT പൂർണ്ണമായ വിശ്വാസമില്ല എന്ന് തന്നെയാണ് BJP പറയുന്നത്. എന്താ പേടിക്കുന്നുണ്ടോ? CPM CBI അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ടോ? ശ്രീ എം ജയചന്ദ്രൻ താങ്കൾ ഏത് നേതാവായാലും ഞങ്ങൾക്കൊരു വിഷയമില്ല. മനസ്സിലായോ? താങ്കൾ ഒന്നും ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് എവിടെന്നെങ്കിലും നക്കാൻ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആ പൈസ വാങ്ങി അവർക്ക് വേണ്ടിയിട്ട് വായിട്ട് അലച്ചോണം. ഇത് മോശമാണ്. ഈ രീതിയിൽ പോകാൻ പാടില്ല. ഈ രീതിയിൽ ചർച്ച പോകാൻ പാടില്ല. കാരണം ആരെ ആക്ഷേപിക്കാൻ പാടില്ല. സ്വാമി അവിടെ നിർത്താം. നന്ദു അവസാനിപ്പിക്കുകയാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്.